ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടിയൊക്കെ മേടിച്ചു നെസ്റ്റോയിൽ നിന്ന്. അത് കഴിഞ്ഞ് സിറ്റി സെൻറ്ററിൽ നിന്ന് നമ്മളൊരു പുതിയ ക്യാമറ വാങ്ങിച്ചു. മാളുമാണ് ക്യാമറ വാങ്ങിച്ചത്. അവൾക്ക് പുതിയ ക്യാമറ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. നമ്മൾ പോകുന്നത് UK-ലേക്കാണ്. ആദ്യം ലണ്ടനിലേക്കാണ് പോകുന്നത്, മാളുവിൻ്റെ ഗ്രാജുവേഷൻ സെറിമണിക്ക്. പെട്ടിയൊക്കെ ഒരുക്കി തുടങ്ങി. ഒരു പെട്ടി ഫുള്ള് സെറ്റായി. എല്ലാ പെട്ടികളും ഷൂ വരെയും റെഡിയായി. പിന്നെ നമുക്കൊരു ചെറിയൊരു ബാഗും കൊണ്ട് രാധാകൃഷ്ണൻ മാഷും പിൻചിടത്തമ്മയും വന്നു. അവരുടെ നിന്ന് ബാഗ് മേടിച്ചു. ആ ബാഗ് അങ്ങനെ തന്നെ എടുത്താൽ മതി. പാപ്പുവാണ് നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ വരുന്നത്. ഷാർജ എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. നേരെ ഗാത്വിക് എയർപോർട്ടിലേക്കാണ്, ലണ്ടനിലെ ഗാത്വിക് എയർപോർട്ടിലേക്കാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ 3 പേരുമാണ് പോകുന്നത്. പാപ്പുവും പാച്ചും ദുബായിൽ തന്നെ ഉണ്ടാവും. ഞങ്ങൾ നേരെ ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പോയിട്ട് തിരിച്ചും ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉള്ളത്. ഷാർജയ്ക്ക് റൗണ്ട് ട്രിപ്പ് എടുത്തതാണ് എയർ അറേബ്യ. റൗണ്ട് ട്രിപ്പ് എടുക്കാൻ കാരണം റൗണ്ട് ട്രിപ്പ് എടുക്കുമ്പോഴാണ് ഏറ്റവും ചീപ്പായിട്ട്. നമ്മൾ ചീപ്പ് ഫ്ലൈറ്റ് നോക്കുമ്പോൾ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. രണ്ടും 1 സ്റ്റോപ്പും 2 സ്റ്റോപ്പും ഒക്കെ ആയിട്ട്. അതൊക്കെ ചിലപ്പം ഷെങ്കൻ വിസ ഏരിയകളായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു കൺഫ്യൂഷനാണ്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പുതിയ നിയമം വന്നിട്ടുണ്ട്. ഷെങ്കൻ വിസ ഉള്ള ചില ആംസ്റ്റർഡാമും അങ്ങനെ 1-2 എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പോകേണ്ടതാണെന്ന് വെച്ചാലും അവിടെ ട്രാൻസിറ്റ് വിസയുടെ ആവശ്യമില്ല, കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷേ എന്നാലും നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ UK വിസ മാത്രം എടുത്തേക്കണം. ഷെങ്കൻ വിസയല്ല, UK വിസിറ്റ് വിസ എടുത്തേക്കണത് 6 മന്ത്സിൻ്റെ. ആക്ച്വലി നമുക്ക് എയർ അറേബ്യ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് വേറെ ഫ്ലൈറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയത്. 7 hours ഫ്ലൈറ്റാണ്. ഞങ്ങൾ എക്സ്ചേഞ്ചിലാണ് നിൽക്കുന്നത്. എക്സ്ചേഞ്ചിൽ കുറച്ച് പൗണ്ട് കയ്യിൽ വയ്ക്കാൻ വേണ്ടി, കുറച്ച് എല്ലാം ക്യാഷ്ലെസ് ആണ് അവിടെ, എന്നാലും കുറച്ചൊരു പൗണ്ട് കയ്യിൽ വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ ബോഡി ചെയ്യാറായിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്ന് കിടക്കുന്നുണ്ട്. ഇതാ ജൂലൈ 9 തേഴ്സ്ഡേ ആണ് ഞങ്ങൾ പോകുന്നത്. കാലത്ത് ഉച്ചയ്ക്ക് 1:30 ഫ്ലൈറ്റ്. വൈകിട്ട് 7:30 ആ ഒരു സമയത്താണ് എത്തിയത് അവിടെ. പിന്നെ നേരെ ലണ്ടനിലേക്ക്. ലണ്ടനിൽ 5 ദിവസം കഴിഞ്ഞിട്ട് 16th ഞങ്ങൾക്ക് മാഞ്ചസ്റ്ററിൽ വെച്ച് പ്രോഗ്രാം, ഈ ഗ്രാജുവേഷൻ സെറിമണി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിലെ ഒരു സുഖം എന്തായിരുന്നു എന്ന് വെച്ചാൽ വളരെ ആൾ കുറവായിരുന്നു, ഭയങ്കര ആൾ കുറവായിരുന്നു. അപ്പം ഞങ്ങളിൽ 3 പേർക്ക് അടുപ്പിച്ചുള്ള സീറ്റൊക്കെ കിട്ടിയെന്ന് വെച്ചാലും ഞങ്ങൾ ഓരോ റോയിലായിട്ടാണ് ഇരുന്നത്. ഓരോരുത്തരും വായിക്കാൻ ബുക്കൊക്കെ എടുത്തിരുന്നു. നല്ല സുഖമായിട്ട് 3 പേരുടെ സീറ്റിൽ കിടന്നുറങ്ങാനൊക്കെ പറ്റി. ഞാൻ എണീറ്റിരിക്കുന്ന കണ്ടിട്ട് എന്നോട് ക്യാബിൻ ക്രൂ തന്നെ വന്ന് ചോദിച്ചു. ക്യാബിൻ ക്രൂ ഒക്കെ വന്ന് കുറേ നേരം വർത്താനം പറയലൊക്കെ ആയിരുന്നു, കാരണം ആൾക്കാരില്ല. അപ്പോൾ കിടന്നുകൂടെ എന്നൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഗാത്വിക് എയർപോർട്ടിൽ ഇറങ്ങി. ലണ്ടനിൽ ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് സെൻട്രൽ ലണ്ടനിൽ നിന്നും കുറച്ച് ദൂരത്തുള്ള ഹെമൽ ഹെംസ്റ്റഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ 5 ദിവസമാണുള്ളത്. അതായത് ഈ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഞങ്ങൾ മാഞ്ചസ്റ്ററിലേക്ക് പോകും. മാഞ്ചസ്റ്ററിൽ 2 നൈറ്റുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്കോട്ട്ലാൻഡ് വിസിറ്റും കൂടിയുണ്ട്. സ്കോട്ട്ലാൻഡിൽ ഇതുപോലെ 2 നൈറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ച് ലണ്ടനിലേക്ക് വരണം. ലണ്ടനിൽ ഒരു നൈറ്റ് സ്റ്റേ ഉണ്ട്. കാരണം ലണ്ടനിൽ നിന്ന് കാലത്താണ് ഫ്ലൈറ്റ്, 9:50 അങ്ങോട്ടാണ് ഫ്ലൈറ്റ് മൺഡേ. അപ്പോൾ അതുകൊണ്ട് 20th. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നൈറ്റ് രാത്രി ട്രാവൽ ചെയ്യാണ്ട് ഞങ്ങൾ രാത്രിക്ക് മുമ്പ് ലണ്ടനിലെത്തിയിട്ട് അവിടെ ഒരു നൈറ്റ് ഇതിന് വേണ്ടി മാത്രം, ഫ്ലൈറ്റിന് വേണ്ടി മാത്രം വന്ന് ഗാത്വിക് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അത് ഗാത്വിക് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് ഹെമൽ ഹെംസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം നല്ലൊരു കൺട്രി സൈഡ് എന്ന് പറയാം, എന്നാൽ ടൗണുമാണ്. നല്ലൊരു സ്ഥലം, റിവർ സൈഡും ഒക്കെ ആയിട്ട്. അവിടെയുള്ള കുറച്ച് സെൻട്രൽ ലണ്ടനിൽ നിന്ന് മാറിക്കഴിഞ്ഞാലുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര രസമാണ്. നല്ല കാടും പടർപ്പും ചെടികളും പച്ചപ്പും ഹരിതാഭയും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ്. സെൻട്രൽ ലണ്ടൻ എന്ന് പറഞ്ഞാൽ വേറൊരു വൈബ്. അവിടെ ടൗണും സിറ്റിയാണ്, അങ്ങനത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ട്. ഇവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നൈറ്റ് ലൈഫ് കുറവാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സെൻട്രൽ ലണ്ടനിലെ പോലെയല്ല. നമ്മൾ ദുബായിൽ നിന്ന് പോകുമ്പോൾ നമുക്കത് ആദ്യമൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും, നൈറ്റ് ലൈഫ് ഇല്ല. പക്ഷേ നൈറ്റ് ലൈഫ് എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇത് അവിടുത്തെ സമ്മർ ആയതുകൊണ്ട് രാത്രി 9:30 വരെയും പകലാണ്, നൈറ്റല്ല. പക്ഷേ ഇവിടെ 6 മണിയാകുമ്പോഴത്തേക്ക് കുറേ കടകളൊക്കെ അടയ്ക്കും. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഇതൊരു 8-8:30 നേരമാണ്, രാത്രി 8:30 നേരമാണ് ഈ കാണുന്നത്. ഇത്രയും വെയിലും വെളിച്ചവും ഒക്കെ. ഇത് എയർപോർട്ടിൽ നിന്ന് ഹെമൽ ഹെംസ്റ്റഡിലേക്ക് പോണ വഴിയിലാണ്. ഇവിടെ ഞങ്ങളൊരു ഇന്ത്യൻ ഏരിയയിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇത് നമ്മുടെ ദുബായിലെ കരാമ പോലുള്ളൊരു സ്ഥലമാണ്.
പാകിസ്ഥാനി, പിന്നെ ഇന്ത്യൻ ഫുഡുകളും പച്ചക്കറികളും ഷോപ്പുകളും ഒക്കെയുള്ള സംഗീത റെസ്റ്റോറൻറ്റ് വരെ കണ്ടു. സംഗീത റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള ഒരു ഏരിയയാണ്. പച്ചക്കറിയുടെയൊക്കെ വില നോക്കുമായിരുന്നു. ദുബായിലെ പോലെ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യാണ്ട് നോക്കുമ്പോൾ ദുബായിലെ പോലെ തന്നെ വിലയും ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു പഞ്ചാബി ധാബ പോലെയുള്ള നല്ലൊരു ഫുഡായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ എംഎൻഎം വീട്ടിലേക്ക് രാത്രി. ഇതിപ്പോൾ 10 മണിയൊക്കെ ആയി. അതുകൊണ്ട് 10 മണിയൊക്കെ കഴിഞ്ഞാലാണ് ഇരുട്ട് വരുന്നത്. അത്രയും നേരം നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് കറങ്ങാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. പിന്നെ അവിടെയുള്ളവർക്ക് സമ്മറാണ്, പക്ഷേ നമ്മളെ സംബന്ധിച്ച് സമ്മറൊന്നുമല്ല. നമുക്ക് നല്ല ക്ലൈമറ്റാണ്. കാരണം നല്ല വെയിലുള്ളപ്പോഴും നല്ലൊരു കാറ്റും തണുപ്പും ഉണ്ട്. നമുക്ക് എന്നാൽ ഭയങ്കര ജാക്കറ്റും കട്ടിക്കുപ്പായങ്ങളും ഒന്നും ഇടണ്ടാകാനും നമ്മുടെ സാധാരണ ഡ്രസ്സ് ഇട്ടാലും മതി. വേണമെങ്കിൽ ഒരു ഹുഡി ഇടാം, അല്ലെങ്കിൽ ഒരു ഷർട്ട് ഇടാമെന്ന് മാത്രം. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ ഇനി യാത്രയുടെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.